അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ബാക്കിയുള്ള എല്ലാ ഹോസ്പിറ്റലുകാരും ഫെയർ വേജസ് കൊടുത്തുവെങ്കിൽ നിങ്ങളും എന്തെങ്കിലും ഫെയർ വേജസ് കൊടുത്ത സ്റ്റാഫുമാരെ അകത്തേക്ക് കയറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഈ 2 ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും അതിന് തയ്യാറായില്ല. ആരോഗ്യമന്ത്രി തൊഴിൽ മന്ത്രിയും പറഞ്ഞു ഒരു 4000 രൂപയെങ്കിലും അവർ പറഞ്ഞത് കൊടുത്തില്ലെങ്കിലും ഒരു 4000 രൂപയെങ്കിലും കൊടുത്ത സ്റ്റാഫുമാരെ അകത്തേക്ക് കയറ്റണം. തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ഒരിക്കലും ആർക്കും തടയാൻ പറ്റില്ല. അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമരം ചെയ്യാനായിട്ടുള്ള അവകാശം ഒരു മനുഷ്യനുണ്ട് എന്ന് അവിടെ മന്ത്രിമാർ പറയുകയും പക്ഷേ ഈ 2 മാനേജ്മെന്റും ഒരു 1000 രൂപ പോലും അല്ലെങ്കിൽ ചില്ലിക്കാശ് പോലും കൂട്ടിത്തരാൻ തയ്യാറല്ല എന്നും ഗവൺമെന്റ് എപ്പോൾ പ്രഖ്യാപിക്കുന്നോ അപ്പോൾ ഞങ്ങൾ കൊടുക്കാം എന്നുമുള്ള രീതിയിലാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അവർ ജയിച്ചതുപോലെ അവരിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. പക്ഷേ ഞങ്ങൾ ഈ 107 ദിവസമായി സമരത്തിൽ ഇരിക്കുന്നുണ്ട് എങ്കിലും ഇനിയും ഞങ്ങൾ പറയുന്നു ഞങ്ങൾ എന്തായാലും വിജയിക്കാതെ അകത്ത് കയറുന്ന പ്രശ്നമില്ല. കാരണം ഇന്നേ വരെ ഒരു തൊഴിൽ സമരം പരാജയപ്പെട്ടതായിട്ട് ആർക്കും അറിയില്ല. അങ്ങനെ തൊഴിൽ സമരം പരാജയപ്പെടാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ കാണാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമരവും അല്ലെങ്കിൽ എന്തിനാണ് ഈ ജോലിക്കൊക്കെ നമ്മൾ പോകുന്നതല്ലേ? കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര സാലറി, നിങ്ങൾക്ക് 10,000 കിട്ടിയാലും ജീവിച്ചൂടെ, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് പോലെ കിട്ടിയാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കമന്റിലൂടെയും അല്ലാതെയും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര ബെഡില് മേലെ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര കാറ്റഗറി, ഓരോ കാറ്റഗറി ഉണ്ട്. അതനുസരിച്ചാണ് സാലറി ക്രമീകരിക്കുന്നത്. അല്ലാതെ 200 ബെഡുള്ള ഹോസ്പിറ്റലിനും 1200 ബെഡുള്ള ഹോസ്പിറ്റലും പോലെ ഒരേ സാലറി തന്നെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനനുസരിച്ച് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ബെഡിനനുസരിച്ചാണ് സാലറി ക്രമീകരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അലവൻസ് കൂടുമ്പോഴാണ് നമുക്ക് മറ്റുള്ള ഹോസ്പിറ്റലിനെക്കാട്ടും സാലറി കിട്ടുന്നു എന്ന് പറയുന്നത്. പിന്നെ ഈ 2 മാനേജ്മെന്റുകളും പറയുന്നു 60,000 സാലറി കൊടുക്കുന്നുണ്ട്, 65,000 സാലറി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ അവരൊരു തെളിവോ ഒന്നും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. 48,000-ന് മുകളിൽ സാലറി മേടിക്കുന്ന ഒരു സ്റ്റാഫിനെ ഞങ്ങൾക്ക് അമലയിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയത് പറഞ്ഞല്ലോ, ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയത് മാർച്ച് 27-ാം തീയതി ആണെങ്കിൽ അതിന് മുന്നേ വരെ ഞങ്ങൾക്ക് ആ സാലറി കിട്ടിയിട്ടില്ല. ഇത്രയും കാലം സമരം എടുത്തിട്ട് ഇന്ന് വരെ ഞങ്ങൾ UNA ചരിത്രത്തിൽ ഇന്ന് വരെ തോറ്റിട്ട് അകത്തേക്ക് കയറിയൊരു ഇതില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും വിജയിക്കാതെ അകത്ത് കയറുന്ന പ്രശ്നമില്ല.